ഇന്ന് എന്നത്തെയും പോലെ ഒരു തിരക്ക് പിടിച്ച ദിവസമാണ് കേട്ടോ. പിള്ളേരെല്ലാം സ്കൂളിൽ പോയതിന് ശേഷം ലഞ്ചിൻ്റെ പരിപാടിയിലാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്കും ജോലിക്ക് പോകാനായിട്ട്. ഇന്ന് കുറച്ച് പൊടിമീൻ കിട്ടിയിട്ടാ. അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് അതൊരു കറിയും പിന്നെ മുതിര ഉപ്പേരിയും വെക്കാനാണ് കേട്ടോ അപ്പോൾ പോണത്. ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചട്ടി നന്നായി ചൂടായ വെളിച്ചെണ്ണ ഒഴിച്ചേക്കാം. വെളിച്ചെണ്ണയിലേക്ക് കടുക്, ഉലുവ ഇത് രണ്ടും പൊട്ടിയതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇടണം. പിന്നെ സവോള, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇതെല്ലാം ഉപ്പിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മുടെ മീൻ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് പിഴിഞ്ഞെടുത്ത് വെക്കണം കേട്ടോ. കട്ടൻ ചായ ഇല്ലാണ്ട് നമുക്കൊരു കളിയില്ല കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായയും ഒരു കഷ്ണം നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ അതും കൂട്ടി കഴിച്ചാൽ എനിക്ക് തേങ്ങയും ശർക്കരയൊക്കെ കൂട്ടി വെറുതെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇന്ന് ശർക്കര ഇല്ലാത്തതുകൊണ്ട് തേങ്ങയും കട്ടൻ ചായയും കൊണ്ട് ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ തക്കാളി അരച്ചത് ചേർക്കുന്നുണ്ട് കേട്ടോ ചട്ടിയിലേക്ക്. അതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത് രണ്ടും ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷമാണ് ഞാൻ ആ നഗ്നമായ തുണിയുള്ള സത്യം മനസ്സിലാക്കിയത് കേട്ടോ. കറിവേപ്പില ഇല്ല, പുറത്ത് പോയി കറിവേപ്പില പൊടിച്ചിട്ട് അതും ചേർത്ത് നമ്മുടെ വെള്ളത്തിൽ കുതിർത്തിയിട്ടിരിക്കുന്ന മീനും അതും ചേർത്ത് നന്നായി ഇളക്കി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിനിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. അതിനപ്പുറത്തെ ചട്ടിയിൽ തന്നെ ഞാൻ മുതിരയ്ക്കുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് ഉള്ളി ഇട്ടിട്ട് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത് രണ്ടും ഇട്ട് മൂത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര ഇട്ടിട്ട് അതിലേക്ക് തന്നെ തേങ്ങ ഇട്ടിട്ട് ഇളക്കി എടുത്താൽ നമ്മുടെ മുതിരപ്പേരും റെഡി ഇട്ടാൽ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കിലേക്കുള്ള കറിയും ഉപ്പേരിയും എല്ലാം റെഡിയാക്കിയിട്ടാണ് ഞാൻ. ഇനി പോകാനുള്ള തത്രപ്പാടാണ്. പെട്ടെന്ന് തന്നെ ഒരുങ്ങിപ്പോയില്ലെങ്കിൽ ഇന്ന് അവിടെ എത്തുമ്പോൾ ചീത്തയാക്കാനുള്ള എല്ലാ വഴികളും കാണുന്നുണ്ട്. അതുകൊണ്ട് കറികളെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞാൻ റെഡിയായി. അപ്പോൾ ഓക്കെ, ബൈ, പിന്നെ കാണാം കേട്ടോ.